യേശു നമ്മുടെ ഭവനത്തിൽ എന്നുള്ള വിഷയമാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വെള്ളിയാഴ്ചകളിലെ നമ്മുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയോടനുബന്ധമായി വചനത്തിൽ നിന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു ഉണ്ടായിരുന്ന ഭവനങ്ങളിൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു, യേശുവിൻ്റെ വിവിധ സംഭാഷണങ്ങൾ, യേശു നൽകിയ ഉപദേശങ്ങൾ, ചെയ്ത അത്ഭുതങ്ങൾ എന്നിവയിലൂടെ നമ്മൾ ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ യേശുവിന് മറഞ്ഞിരിക്കാൻ കഴിയാത്ത വീട് എന്ന ആ വിഷയം നമ്മൾ ചിന്തിച്ചു. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 24-ാമത്തെ വാക്യമായിരുന്നു നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അവിടെ നമ്മൾ ഇങ്ങനെ കണ്ടു: അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോരിന്റെയും അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്ന് ഇച്ഛിച്ച് എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. ദ ഹൗസ് ദാറ്റ് ജീസസ് കുഡിൻ ഹൈഡ്. യേശു ഒളിച്ചിരിക്കാൻ, മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചിട്ട് കഴിയാത്ത ഭവനം. ഇതുമായി ബന്ധപ്പെട്ട് മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ച സാഹചര്യം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. അതിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് പഠിപ്പിച്ചു. കർത്താവ് പരസ്യ ശുശ്രൂഷ കാലയളവ് നമുക്കറിയാം. 30-ാമത്തെ വയസ്സിലാണ് തന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. 3 വർഷവും ചില മാസങ്ങളും 3.5 വർഷങ്ങൾ എന്ന് കണക്ക് പൊതുവെ പറയാറുണ്ട് ആണ് യേശു പരസ്യ ശുശ്രൂഷയ്ക്കായി ലോകത്തിൽ സമയം ചെലവിട്ടത്. ഏറെക്കുറെ വിശ്രമമില്ലാത്ത പ്രവർത്തനമായിരുന്നു ഈ 3.5 വർഷങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് വേറിട്ട് വന്ന് ആശ്വസിച്ചു കൊള്ളുവാൻ പറഞ്ഞ് അവര് തിരക്കിൽ നിന്ന് അല്പസമയം ഒഴിഞ്ഞിരിക്കാൻ ആവശ്യപ്പെട്ട് അവരുമായി അല്പസമയം വിശ്രമിക്കാൻ ആഗ്രഹിച്ചിട്ട് പോലും അതിന് കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് പോയത്. പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തി ചെയ്യണമെന്നും ആർക്കും പ്രവർത്തിച്ചുകൂടാൻ കഴിയാത്ത രാത്രി വരുന്നു എന്നും കർത്താവ് അത് സംബന്ധമായിട്ടൊക്കെ മുന്നറിയിപ്പ് നൽകിയത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ നിരന്തരമായി വിശ്രമമില്ലാതെ പ്രവർത്തിച്ച കാലയളവായിരുന്നു ആ 3.5 വർഷങ്ങൾ. എന്നാൽ എല്ലാവരും ആ വിധത്തിൽ ഒരു ദിവസം പോലും വിശ്രമിക്കാതെ പ്രവർത്തിക്കണം എന്നല്ല കർത്താവ് അതിലൂടെ ഉദ്ദേശിച്ചത്. തന്റെ ശിഷ്യന്മാരോട് പോലും വിശ്രമിക്കാൻ ആവശ്യപ്പെട്ട സന്ദർഭം നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഭാഗത്തും നമുക്ക് അതിനോട് സമാനമായ ഒരു പശ്ചാത്തലമാണ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഇവിടെ യേശു മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചു, അതിന് കഴിയാതിരുന്നതിന്റെ കാരണം എന്ത്? മറഞ്ഞിരിക്കാൻ കഴിയാതിരുന്നതിന്റെ കാരണം എന്ത് എന്ന് നമുക്ക് നോക്കിയാൽ അവിടെ തുടർന്ന് പറയുന്നൊരു വിഷയം അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാം. നമ്മൾ ഇങ്ങനെ കാണുന്നു: അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ള ഒരു സ്ത്രീ അവന്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവന്റെ കാൽക്കൽ വീണു. 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ അങ്ങനെ നമ്മൾ കാണും. എന്ന് പറഞ്ഞാൽ യേശുവിൽ നിന്ന് വിടുതൽ, സൗഖ്യം, ഉപദേശം, അനുഗ്രഹം, രക്ഷ ഒക്കെ പ്രാപിക്കാൻ, ശാപമുക്തി ഒക്കെ പ്രാപിക്കാൻ ആഗ്രഹിച്ച ആവശ്യബോധമുള്ള ജനമാണ് യേശുവിനെ മറഞ്ഞിരിക്കാൻ അനുവദിക്കാത്തത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം: ജനത്തിന്റെ ആവശ്യബോധമാണ് യേശു മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചിട്ടും അതിന് അനുവദിക്കാതിരുന്നത്. ഹല്ലേലൂയ. ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് നമുക്കും നൽകുന്ന ഒരു വലിയ സന്ദേശം ഇതാണ്: കർത്താവിനെ കർമ്മനിരതനാക്കുന്നത് നമ്മുടെ ആവശ്യബോധവും അതിനെ പ്രതിയുള്ള വിശ്വാസവും പ്രാർത്ഥനയുമാണ്. യേശുവിനെ പ്രവർത്തന നിരതനാക്കുന്നത് അല്ലെങ്കിൽ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നത് നമ്മുടെ ആവശ്യബോധവും അതിനെ അടിസ്ഥാനമാക്കിയുള്ള വിശ്വാസവും പ്രാർത്ഥനയുമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ, ആവശ്യബോധത്തോടെ പ്രാർത്ഥിക്കാൻ നാം തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിന് നിശബ്ദനായിരിക്കാൻ കഴിയില്ല, ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഒരു ഭക്തൻ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഭക്തന്മാരുടെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദൈവത്തിന്റെ സിംഹാസനത്തെ ഇളക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഭക്തന്മാരുടെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദൈവത്തിന്റെ സിംഹാസനത്തെ ഇളക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ സാരാംശം ഇതാണ്:
വിശ്വാസത്തോടെ, ആവശ്യബോധത്തോടെ നാം പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ ദൈവം തന്റെ സിംഹാസനം വിട്ടെഴുന്നേൽക്കും. ദൈവത്തിന്റെ കരം നമുക്കായി ഇറങ്ങി വരും. ദൈവപ്രവൃത്തി നമുക്കായി വെളിപ്പെടും. അതുകൊണ്ട് ആവശ്യബോധമുള്ളവരായി പ്രാർത്ഥിക്കുന്നവരാകാൻ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. യേശു മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ച് ഇസ്രായേലിന്റെ വടക്കൻ പ്രവിശ്യയായ ഗലീലയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത്, അതിന്റെ അതിർനാട്ടിൽ, സീദോനോട് ചേർന്ന അയൽ രാജ്യമാണ് സീദോൻ എന്ന് പറയുന്ന പ്രദേശം. ആ സിറിയ അല്ലെങ്കിൽ സീദോനോട് ചേർന്ന ആ പ്രദേശത്തൊരു വീട്ടിൽ കടന്ന് എല്ലാവരിൽ നിന്നും മാറി, ഒഴിഞ്ഞ്, മറഞ്ഞ് വിശ്രമിക്കാൻ യേശു ആഗ്രഹിച്ചിട്ട് അതിനനുവദിക്കാതിരുന്നത് ആ അതിർത്തിക്കപ്പുറത്തുള്ള അയൽ നാട്ടിലെ ഒരു സ്ത്രീയുടെ ആവശ്യബോധമാണ്. യേശു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കനാൻ ദേശത്തിന്റെ അതിർ വിട്ട് സഞ്ചരിച്ച ഇസ്രായേലിന്റെ അതിർ വിട്ട് സഞ്ചരിച്ച ഒന്നോ രണ്ടോ സന്ദർഭങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലൊന്നാണ് ഈ ഭാഗം. കർത്താവ് ബാക്കി എല്ലാ സമയവും ഗലീലയിലാണ് കൂടുതലും തന്റെ ശുശ്രൂഷയ്ക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കുറച്ചു കാലം ശമര്യയിലും, പിന്നെ കുറച്ചു കാലം യെരുശലേം, യഹൂദ്യയുടെ പല പ്രദേശങ്ങളിലും, യെരുശലേമിനെ കേന്ദ്രീകരിച്ചുള്ള യഹൂദ്യയുടെ പല പ്രദേശങ്ങളിലും. കനാൻ നാടിനെ അക്കാലത്ത്, അല്ലെങ്കിൽ ഇസ്രായേലിനെ അക്കാലത്ത് 3 പ്രവിശ്യകളായിട്ടാണ്, 3 പ്രോവിൻസുകളായിട്ടാണ് തിരിച്ചിരുന്നത്. ഏറ്റവും തെക്കുള്ള യഹൂദ്യ പ്രോവിൻസും അതിന്റെ തലസ്ഥാനമായ ദൈവാലയം ഉൾപ്പെടുന്ന ഗവർണറുടെ ആസ്ഥാനമൊക്കെ ഉണ്ടായിരുന്ന യെരുശലേമും, അതിന് വടക്ക് ചെറിയൊരു പ്രവിശ്യ ശമരിയ. എന്നാൽ ആ ശമരിയയിൽ ഉണ്ടായിരുന്നത് മിശ്രജാതിയായിരുന്നു, സമ്മിശ്ര ജാതിയായിരുന്നു. അതിനും വടക്ക് ഗലീല. ആ ഗലീലയിലെ നസ്രത്തിലാണ് യേശു വളർന്നത്. ആ ഗലീല പ്രദേശത്താണ് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങളായ കഫർനഹൂമും, അതുപോലെ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച തിബരിയാസ് കടൽ തീരത്തിന്റെ ഒരു ഭാഗവും ഒക്കെ നമുക്ക് അവിടെയാണ് പ്രധാനമായിട്ടും കാണാനായിട്ട് കഴിയുന്നത്. യേശുവിന്റെ ശുശ്രൂഷയിൽ ഏറിയ പങ്കും നടന്നത് ഈ ഗലീലയിലെ പല ചെറിയ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും, ഗലീല തടാകത്തിന്റെ ചുറ്റുമുള്ള പുൽമേടുകളിലും കുന്നിൻ ചരിവുകളിലും ഒക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ കുറച്ച് പ്രവൃത്തികൾ യേശു യെരുശലേമിൽ ദൈവാലയത്തിലും, അതുപോലെ നമുക്കറിയാവുന്നതുപോലെ ബഥാന്യയിലും ഒക്കെ കർത്താവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവിന്റെ പ്രസംഗങ്ങളും അത്ഭുതങ്ങളും. കുറച്ച് ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നത് പോലുള്ള ചെറിയ 1-2 സന്ദർഭങ്ങൾ ശമരിയയിലും കാണാം. എന്നാൽ ഈ 3 പ്രവിശ്യകൾക്ക് പുറത്ത് യേശു സഞ്ചരിച്ചത് അപൂർവങ്ങളിൽ അപൂർവമാണ്. അതിലൊന്ന് ഇവിടെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ മർക്കോസ് സുവിശേഷത്തിൽ ഈ സോരിന്റെയും സീദോന്റെയും പ്രദേശത്തേക്ക് യേശു കടന്നു എന്ന്, അതിർനാട്ടിൽ ചെന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് യേശു ആ പ്രദേശത്ത്, അല്ലെങ്കിൽ ആ അതിർനാട്ടിലാണെങ്കിലും സോരിന്റെ പ്രദേശത്തേക്ക് പ്രവേശിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നോക്കാം അതിന്റെ 15-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 15-ന്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ യേശു അവിടം വിട്ട് സോർ, സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി എന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അടുത്ത് ഈ വിഷയത്തെ മർക്കോസിൽ നമ്മൾ കണ്ട 7-ാം അധ്യായത്തിൽ കണ്ട വിഷയം മത്തായി 15-ലേക്ക് വരുമ്പോൾ സമാനമായ വിവരണമാണെങ്കിലും കുറച്ചുകൂടെ വ്യക്തത, അല്ലെങ്കിൽ കുറച്ചുകൂടെ വിശദമായ ഡിസ്ക്രിപ്ഷൻ, വിശദീകരണം നമുക്ക് ഈ മത്തായി 15-ൽ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് അവിടെ അല്പസമയം നിന്നുകൊണ്ട് ഈ ഇന്നത്തെ നമ്മുടെ ചിന്ത നമുക്ക് അവിടെ കേന്ദ്രീകരിക്കാം. യേശുവിന് മറഞ്ഞിരിക്കാൻ കഴിയാത്ത ഈ വീട്ടിൽ യേശുവിനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ആ പ്രദേശത്ത് അതുവരെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് ആണ് തന്നെ അയച്ചതെന്ന് ഇവിടെയും യേശു വ്യക്തമാക്കുന്നു. തന്റെ ശിഷ്യന്മാരെ ഈ 2 പേരായി അയക്കുമ്പോഴും കർത്താവ് ആ സമയത്ത് പറയുന്നു, നിങ്ങൾ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് മാത്രം ഇപ്പോൾ പോകുവിനെന്ന് പറഞ്ഞാണ് അയക്കുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സകല ജാതികളോടും സുവിശേഷം അറിയിപ്പിനെന്ന് യേശു
ഗ്രേറ്റ് കമാൻഡ്മെന്റ് കൊടുക്കുന്നത് കർത്താവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിന് ശേഷമാണ്. സ്വർഗാരോഹണത്തിന് മുൻപ് ആ നിയോഗം കർത്താവ് കൊടുക്കുന്നു. എന്നാൽ ക്രൂശ് മരണം വരെയുള്ള സന്ദർഭങ്ങളിൽ തന്റെ ശിഷ്യന്മാരോട് ഉൾപ്പെടെ കർത്താവ് പറഞ്ഞത് ഇസ്രായേലിനെ, യഹൂദന്മാരെ, ഇസ്രായേലിലെ ഗോത്രങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ്. അവർ നിരസിച്ചു. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിശ്വാസത്താൽ ആ കൊമ്പുകളെ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ജാതികളായ കൊമ്പുകളായ നമ്മെ ഈ നാട്ടൊലിവായ ക്രിസ്തുവിനോട് ദൈവം ചേർത്തൊട്ടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ അവിശ്വാസം ലോകത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി. അവരുടെ ഭ്രംശം ലോകത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി. അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും എന്നൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ സഖരിയ പ്രവചനത്തിൽ കാണുന്നത് പോലെ തങ്ങൾ കുത്തിയമങ്കലേക്ക് നോക്കുകയും വിലാപത്തോടും കണ്ണുനീരോടും കൂടെ ആ മശിഹയെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സമയം വരും. ആ സമയത്ത് മരിച്ചവരുടെ പുനരുദ്ധാനം സംഭവിക്കും, അല്ലെങ്കിൽ കർത്താവിന്റെ തേജസ്സുള്ള മഹത്വ പ്രത്യക്ഷത സംഭവിക്കും എന്ന് സഖരിയ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. ആമേൻ. ഇതെല്ലാം ഈ വിഷയങ്ങളുടെ ഒരു പ്രവചന വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം കൂടെ ആയതുകൊണ്ട് നേരിട്ട് നമ്മുടെ വിഷയത്തിലുള്ളതല്ലെങ്കിലും ഞാനൊന്ന് അതുമായി ചേർത്ത് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് കടന്നു വരാം. ഇവിടെ യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു കനാന്യ സ്ത്രീ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടുണ്ടാകും, ക്നാനായക്കാര് എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ വിഭാഗം നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഈ സിറിയയിൽ നിന്ന് 4-ാം നൂറ്റാണ്ടിലോ മറ്റോ കേരളത്തിലേക്ക് കച്ചവടത്തിനായിട്ട് കുറച്ചുപേര് വരികയും അവിടെ സെറ്റിലാവുകയും ചെയ്തവരുടെ പിൻതലമുറയാണ് ക്നാനായ ക്രിസ്ത്യാനികൾ എന്ന് പിന്നീട് അറിയപ്പെട്ടത് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എനിവേ, അവരുടെ ഒരു പൂർവ്വ മാതാവാണ് ഇവിടെ വന്ന് യേശുവിനോട് സംസാരിക്കുന്നത്. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു. സുറഫൈനിക്യക്കാരിയായ ഒരു സ്ത്രീ എന്ന് മറ്റു സുവിശേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കനാന്യ സ്ത്രീ വന്ന് എന്ന് പറഞ്ഞാൽ യഹൂദ സ്ത്രീ അല്ല, യഹൂദ ജാതിക്ക് പുറത്തുള്ള ഒരു സ്ത്രീ, കനാന്യ സ്ത്രീ വന്ന് അവനോട്, അടുത്ത അവളുടെ അഭിസംബോധന ശ്രദ്ധിക്കണം. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ആ വാക്കുകൾ ഒന്ന് നോക്കിയേ. അവൾ ഒരു കനാന്യ സ്ത്രീ ആണെങ്കിലും അവൾ പ്രാർത്ഥിക്കുന്നത് ഇസ്രായേലിയ പശ്ചാത്തലം അറിയാവുന്ന ഒരു വ്യക്തിയെ പോലെയാണ്, യഹൂദ പശ്ചാത്തലം അറിയാവുന്ന ഒരു വ്യക്തിയെ പോലെയാണ്. യേശുവിനെ ദാവീദ് പുത്രൻ എന്ന് അക്കാലത്തെ യഹൂദന്മാർക്ക് അംഗീകരിക്കാൻ പ്രയാസമായിരുന്ന, അവർ തയ്യാറാകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അയൽ നാട്ടിൽ നിന്നൊരു കനാന്യ സ്ത്രീ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു പുറം ജാതിക്കാരിയായ സ്ത്രീ വന്ന് യേശുവിനെ ദാവീദ് പുത്രൻ എന്ന് അംഗീകരിച്ച് അഭിസംബോധന ചെയ്യുകയാണ്. എന്താ ദാവീദ് പുത്രൻ എന്ന പദത്തിന്റെ സവിശേഷത? ഇവിടെ അവളുടെ വിഷയത്തിൽ ഒരു അത്ഭുതം ചെയ്യാനായിട്ട് ക്രിസ്തുവിനെ പ്രവർത്തിക്കാൻ ഒരു കാരണം കൂടെ ഈ അഡ്രസ്സിംഗ് ആണ്, ഈ അഭിസംബോധനയാണ്. യേശുവിനെ ദാവീദ് പുത്ര എന്ന് അഭിസംബോധന ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് അവളുടെ വിഷയത്തിൽ യേശു പ്രവർത്തിക്കാൻ ഒരു കാരണം കൂടെ. കാരണം അവളുടെ ഹൃദയത്തിനകത്ത് അവൾക്കൊരു ബോധ്യമുണ്ട്. യഹൂദ ജനത, അവൾ ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതല്ല, പക്ഷേ അവൾക്കറിയാം യഹൂദ ജനത ദാവീദിന്റെ വംശത്തിൽ പിറക്കാനിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ തുടങ്ങിയുള്ള പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പോലെ, പ്രവചിച്ചിരിക്കുന്നത് പോലെ, ദാവീദിന്റെ വേരിൽ നിന്ന്, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടുന്നത് പോലെ വരുവാനിരിക്കുന്ന അഭിഷിക്തനായ ക്രിസ്തുവിനെ അല്ലെങ്കിൽ മെശിഹായെ അവൾ യേശുവിൽ കണ്ടെത്തുകയാണ്. എന്ന് പറഞ്ഞാൽ യേശുവിനെ സാക്ഷാൽ മിശിഹയായി, വീണ്ടെടുപ്പുകാരനും പ്രത്യാശ നൽകുന്നവനുമായ സാക്ഷാൽ രക്ഷകനായ മിശിഹയായി അവൾ അംഗീകരിക്കുകയാണ്. യേശു ദൈവപുത്രൻ എന്ന് അവൾ അംഗീകരിക്കുകയാണ്.
ദാവീദ് പുത്ര എന്ന ആ വിളിയിൽ യേശുവിന്റെ ദൈവപുത്രത്വം കൂടെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം യെശയ്യാവ് പ്രവചിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. വീരനാം ദൈവം. ആര് പ്രസവിക്കുന്നത്? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്നത്. ഹല്ലേലൂയ. അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് മത്തായി ഈ പശ്ചാത്തലത്തെ നോക്കിക്കൊണ്ട് ഉദ്ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദാവീദ് പുത്ര എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ അവൾ അർത്ഥമാക്കുന്നത്, നീ സാക്ഷാൽ ദൈവപുത്രനാണ്, നീ സാക്ഷാൽ മിശിഹയാണ്, അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ, എന്റെ വിഷയത്തിന് പരിഹാരം തരാൻ അങ്ങേക്ക് കഴിയും. ഹല്ലേലൂയ. നമ്മുടെ ആശ്രയവും ഇത് തന്നെയാണ്. സഹായിപ്പാൻ കഴിയാത്ത മാംസഭുജങ്ങളിലല്ല നമ്മൾ ആശ്രയിക്കുന്നത്. പിന്നെയോ നമ്മെ രക്ഷിക്കാൻ സ്വർഗസുഖം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തുവിലാണ് നമ്മുടെ ആശ്രയം എന്നതുകൊണ്ട് നമ്മുടെ പ്രശ്നത്തിന്, വിഷയത്തിന്, അതെന്തുമായിക്കൊള്ളട്ടെ, ആത്മീയ വിഷയമാകാം, ഭൗതിക വിഷയമാകാം, തലമുറയെക്കുറിച്ചുള്ള വിഷയമാകാം, സാമ്പത്തിക മേഖലയാകാം, ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നാം അർഹിക്കുന്ന, അവകാശപ്പെടുന്ന നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ പരിഹാരം തരുവാൻ അവിടുന്ന് ദൈവപുത്രനാകയാൽ സർവശക്തനാണ്. ഹല്ലേലൂയ. ഇനി അവളുടെ അഡ്രസ്സിങ്ങിലെ ആദ്യത്തെ പദപ്രയോഗം കർത്താവേ എന്നുള്ളതാണ്. കർത്താവേ, മൈ ലോർഡ്. ലോർഡ് എന്നുള്ളതാണ്. കർത്താവേ. കർത്താവേ എന്ന പദം, ഇവളൊരു കനാന്യ ജാതിക്കാരിയാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് അവർ ഒരാളെ മാത്രമേ കർത്താവേ എന്ന് വിളിക്കൂ. അത് യഹോവയായ ഏകസത്യ ദൈവത്തെയാണ്. ഏകസത്യ ദൈവമായ യഹോവയെ മാത്രമാണ് അവർ കർത്താവ് എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. മറ്റാരെയും അവർ കർത്താവ് എന്ന് വിളിക്കില്ല, അംഗീകരിക്കില്ല. യേശുവിനെ കർത്താവ് എന്ന് ഒരാൾ വിളിച്ചാൽ അവനെ യഹോവയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന്, ഏകസത്യ ദൈവത്തിന് സമനാക്കുന്നു എന്നർത്ഥം. ഹല്ലേലൂയ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിനെ ഏകസത്യ ദൈവമെന്ന് അവൾ അംഗീകരിക്കുകയാണ്. അവൾ ഒരു കനാന്യ സ്ത്രീ ആണെങ്കിലും യഹൂദ പശ്ചാത്തലമുള്ള യേശുവിനെ കുറിച്ച് കർത്താവേ എന്ന് വിളിക്കുമ്പോൾ ആ ദൈവശാസ്ത്ര അറിവ് അവൾക്കുണ്ടായിരുന്നു. അതവൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ അറിവാണോ, ദൈവം നൽകിയ വെളിപ്പാടാണോ എന്ന് നമുക്കറിയത്തില്ല. മനുഷ്യരിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിലും ദൈവം വെളിപ്പെടുത്തി കൊടുക്കാത്തിടത്തോളം അത് ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ സാധ്യമല്ല. യേശുവിനെ കുറിച്ച് ഒത്തിരി സവിശേഷതകൾ മാനുഷികമായി ആ അറിവ് നേടിയ പലരുമുണ്ട് യേശുവിന്റെ സവിശേഷതകളെ കുറിച്ച്. പക്ഷേ അത് ഹൃദയത്തിനകത്ത് ദൈവിക വെളിപ്പാടായി അവർക്ക് ലഭിക്കാത്തിടത്തോളം ഇതൊന്നും അവരുടെ രക്ഷയ്ക്കുതകുന്നില്ല. എന്നാൽ ഇവളുടെ അഭിസംബോധന യേശുവിനെ കർത്താവ് എന്നാണ്. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താ? യേശുവിനെ കർത്താവ് എന്ന് നാവ് കൊണ്ട്, വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. അപ്പോ യേശുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനായി അവൾ അംഗീകരിക്കുകയാണ്. She came into the lordship of Jesus Christ. യേശുവിന്റെ കർത്തൃത്വത്തിലേക്ക് അവൾ വരികയാണ്. എന്താ യേശുവിന്റെ കർത്തൃത്വത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? യേശുവിനെ ഒരുവൻ കർത്താവായി സ്വീകരിക്കുമ്പോൾ അവൻ ഇങ്ങനെ പറയുകയാണ്, ഇന്നു മുതൽ എന്നെ ഭരിക്കുന്നത് യേശുവാണ്. എൻ്റെ ചിന്ത, എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തി, എൻ്റെ ജീവിത വഴികൾ, ഇനി തുടർന്നുള്ള എൻ്റെ സകല നിമിഷങ്ങളും യേശുവിന്റെ കർത്തൃത്വത്തിന് കീഴിലാണ്. യേശുവാണ് എൻ്റെ നായകൻ, യേശുവാണ് എൻ്റെ നാഥൻ, യേശുവാണ് എൻ്റെ രാജാവ്, യേശുവാണ് എൻ്റെ അധിപൻ, യേശുവാണ് എൻ്റെ റൂളർ, യേശുവാണ് എന്നെ ഭരിക്കുന്നത്. ഞാൻ യേശുവിന്റെ കർത്തൃത്വത്തിന് കീഴിലാണ്. യേശുവിന്റെ കർത്തൃത്വത്തിന് കീഴിലാണെങ്കിൽ ആ വ്യക്തി എങ്ങനെ ജീവിക്കും? യേശു പറയുന്നത് പോലെ ജീവിക്കും. യേശുവിന് ഇഷ്ടമുള്ളത് സംസാരിക്കും.
ദൈവത്തിന് ഹിതമാവണ്ണം ചിന്തകളെ ക്രമീകരിക്കും. യേശുവിന്റെ കർത്തൃത്വത്തിന് കീഴിലായിരിക്കുക. അപ്പോൾ ഈ സഹോദരി വാസ്തവത്തിൽ വെറുതെ രണ്ട് വാക്കുകൾ വിളിച്ചു പറയുകയല്ല. കർത്താവേ എന്നും ദാവീദ് പുത്ര എന്നും വിളിച്ചു പറയുമ്പോൾ, ഒന്ന്, അവൾ പറയുക, ഞാൻ അങ്ങയുടെ കർത്തൃത്വത്തിന് കീഴിലാണ്. അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അങ്ങയുടെ ഹിതം പോലെ ഞാൻ ജീവിക്കും. അങ്ങ് ദൈവപുത്രൻ എന്ന്, സാക്ഷാൽ മെശിഹ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് അവൾ പറയുന്നത്. അപ്പോൾ വെറുതെ അവളുടെ വിഷയത്തിന് പരിഹാരമുണ്ടായതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആഴമായ ശരിയായ വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഡീപ് ആൻഡ് റൈറ്റ് നോളജ്. I mean, deep and right revelation. Deep and right faith. Hallelujah. ശരിയായതും ആഴമായതുമായ അറിവ്, ശരിയായതും ആഴമായതുമായ വിശ്വാസം, ശരിയായതും ആഴമായതുമായ വെളിപ്പാട് ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ടും ഇതുവരെയും അവളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ അറിവ് അവളുടെ മകൾ ബന്ധനത്തിലാകുന്നതിന് മുൻപ് അവൾക്ക് ലഭിച്ചതോ എന്ന് നമുക്കറിയില്ല. അവളുടെ മകൾ ബന്ധനത്തിനായതിനു ശേഷം ആവശ്യബോധം വന്നപ്പോൾ ഈ അറിവ് അവൾ മറ്റു പലയിടത്തും ആശ്രയിച്ച് പരാജയപ്പെട്ട ഒടുവിൽ ഈ അറിവിലേക്ക് അവൾ എത്തിയതാണോ എന്ന് നമുക്കറിയില്ല. വിശദീകരണം അവിടെ നൽകിയിട്ടില്ലാത്തതുകൊണ്ട്. എങ്കിലും അവൾ പ്രശ്നങ്ങളുടെ മുഖത്തായിരുന്നപ്പോഴായിരിക്കാം ഈ അറിവ്, ഈ വെളിപ്പാട് അവൾക്കുണ്ടായത് എന്ന് ചിന്തിക്കുന്നത് ഉചിതമെന്ന് ഞാൻ കരുതുന്നു. പലരും യേശുവിനെ കണ്ടെത്തുന്നത്, അറിയുന്നത് ജീവിതത്തിൽ മറ്റാർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ. ഹല്ലേലൂയ. ഞാൻ ഓർപ്പിക്കട്ടെ, എന്നാൽ രക്ഷിക്കപ്പെട്ട നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഒരു പക്ഷേ മറ്റു പലയിടത്തും ആശ്രയിച്ച് ഏറ്റവും ഒടുവിലായിരിക്കാം നമ്മൾ യേശുവിന്റെ അടുക്ക വന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ട നമ്മുടെ ആദ്യത്തെ ആശ്രയമായിരിക്കണം യേശു. അവസാനത്തെ തുരുത്താകരുത്. ഒന്നുകൂടെ പറയാം, രക്ഷിക്കപ്പെട്ട നമ്മുടെ first trust should be Jesus Christ, not a last option. Not a last option. Hallelujah. രക്ഷിക്കപ്പെട്ട നമ്മുടെ ഒന്നാമത്തെ ആശ്രയം, ആദ്യത്തെ ആശ്രയമായിരിക്കണം യേശു. ഫസ്റ്റ് ആൻഡ് കംപ്ലീറ്റ് ട്രസ്റ്റ്. ഹല്ലേലൂയ. പൂർണ്ണമായ ആശ്രയം. അല്ലാതെ എല്ലാം പലതും പരീക്ഷിച്ച് അവസാനം ഇനി എല്ലാം തീർന്നു, ഒരു ഓപ്ഷനായിട്ട് യേശുവിനെ കൂടെ നോക്കാം എന്ന് ചിന്തിക്കുന്നത് രക്ഷിക്കപ്പെട്ടവർക്ക് പറ്റിയതല്ല. ഹല്ലേലൂയ. അപ്പോ ഈ സഹോദരി ഒരു പക്ഷെ പ്രശ്നങ്ങളുടെ മുഖത്തായിരുന്നപ്പോൾ അവൾക്ക് ഈ വെളിപ്പാട് കിട്ടി. അവൾ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. വളരെ പ്രതീക്ഷയോടെയാണ് വരുന്നത്. എന്നാൽ നമ്മൾ കാണുന്നത്, അവൾ ഇത് പറഞ്ഞിട്ട് അവളുടെ പ്രശ്നം യേശുവിനോട് വിളിച്ചു പറയുകയാണ്. എന്നോട് കരുണ തോന്നണമേ, ഹൗ മേഴ്സി അപ്പോൺ മീ. എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ ഒന്നും അല്ല അവൾ പ്രാർത്ഥിച്ചത്. ഷി വാസ് ക്രൈയിങ് ഔട്ട്, ക്രൈയിങ് ലൗഡ്ലി. ഉറക്കെ കരയുകയാണ്, നിലവിളിക്കുകയാണ്. ക്രൈഡ് ഔട്ട്, ഉറക്കെ കരയുകയാണ്, നിലവിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. പ്രൈസ് ദി ലോർഡ്. സാധാരണഗതിയിൽ ഏതു മനുഷ്യനും മനസ്സലിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം, അതിനെ പ്രതിയുള്ള നിലവിളി. കരുണാസമ്പന്നനായ, മനസ്സലിവിൽ പൂർണ്ണനായ യേശു പക്ഷേ ഒരു വാക്കും മിണ്ടിയില്ല, ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു റെസ്പോൺസ് അല്ലേ യേശുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്? ഹല്ലേലൂയ. But Jesus didn't say a word. ഒരു വാക്കുപോലും കർത്താവ് ഉത്തരം പറഞ്ഞില്ല. ഹല്ലേലൂയ. ദൈവം മിണ്ടാതിരിക്കുന്നതിനെ കുറിച്ച് വേദപുസ്തകം കൃത്യമായി ചില അറിവുകൾ നമുക്ക് നൽകി തരുന്നുണ്ട്. എപ്പോഴാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം മിണ്ടാതിരിക്കുന്നത് എന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ചില കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറഞ്ഞു വിടാം. Why or when God is silent? Number 1, Psalms 50 verse 21. സങ്കീർത്തനം 50:21. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെപ്പോലുള്ളവനെന്ന് നീ നിരൂപിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം മിണ്ടാതിരുന്ന ഒരു സന്ദർഭമാണ്, മിണ്ടാതിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആമേൻ. എന്താ ഇവിടെ മിണ്ടാതിരിക്കാൻ കാരണം? God is silent to know how far it would go. How far it would go. Praise the Lord. എന്ന് പറഞ്ഞാൽ
ആ സങ്കീർത്തനത്തിന്റെ അതിന് മുൻപുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആമേൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആമേൻ 16 മുതലുള്ള വാക്യങ്ങൾ, ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നത്, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യം? നീ ശാസനയെ വെറുത്തെന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവൻ അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു, ഇവ നീ ചെയ്തു ഞാൻ മിണ്ടാതിരിക്കയാൽ. നോക്കൂ, ഇത്രയധികം ദോഷങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴും ദൈവം മിണ്ടാതിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഈ പുള്ളി ചിന്തിക്കുക, ദൈവം മിണ്ടാതിരിക്കുന്നുണ്ട്, ദൈവവും എന്നെ പോലെ തന്നെ, അല്ലെങ്കിൽ എന്നെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നതെല്ലാം ദൈവം അങ്ങ് സമ്മതിച്ചു തരുന്നുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവം എന്തുകൊണ്ടാണ് സൈലന്റ് ആയിരിക്കുന്നത്? എടാ, നീ എത്രത്തോളം പോകുമെന്ന് എനിക്കറിയണം, നിനക്ക് പരമാവധി എന്തുമാത്രം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയണം. ആമേൻ. നീ ഇതെല്ലാം ചെയ്തു, പക്ഷെ അടുത്തു നോക്കൂ, ദൈവം പറയുക, ആമേൻ, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിൻ മുമ്പിൽ അവയെ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. അപ്പൊ ദുഷ്ടത കുറെ കാലം പ്രവർത്തിക്കുമ്പോഴും ദൈവം മൗനമായിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം അതെല്ലാം സമ്മതിച്ചു കൊടുക്കുന്നെന്നോ, ദൈവം ബലഹീനനെന്നോ, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ടോ എന്നല്ല. ദൈവം നോക്കുകയാണ് എത്രത്തോളം ഇവൻ പോകും എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവയെല്ലാം ശാസിച്ച് നിരത്തി വെച്ച് ആർക്കും വിടുവിക്കാൻ കഴിയാതെ കീറിക്കളയുന്നൊരു സമയം വരുമെന്ന് കൂടെ അവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പൊ ഒന്ന്, എത്രത്തോളം ദുഷ്ടത പ്രവർത്തിക്കും എന്ന് ദൈവം കാത്തിരിക്കുന്നത് കൊണ്ട് ചില സന്ദർഭങ്ങളിൽ ദൈവം മൗനമായിരിക്കുന്നു. രണ്ട്, ഫസ്റ്റ് സാമുവൽ 28:6, ഫസ്റ്റ് സാമുവൽ 28:6, 1 ശമൂവേൽ 28:6 വാക്യം. ശൗൽ യഹോവയോട് ചോദിച്ചാറെ യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഊറീം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരം അരുളിയില്ല. ശൗലിനോട് ദൈവം സംസാരിക്കാതിരിക്കുന്ന ഒരു സന്ദർഭം, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ദൈവം സംസാരിക്കാതിരിക്കുന്നു. എന്തുകൊണ്ടാ ദൈവം ശൗലിനോട് ഉത്തരം അരുളാതിരുന്നത്, സംസാരിക്കാതിരുന്നത്? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദൈവം അവൻ തൻ്റെ ഗോത്രത്തിലും കുലത്തിലും ഏറ്റവും ചെറിയവനായിരുന്നിട്ടും അവനെ ഇസ്രായേലിന്റെ രാജാവായി വാഴിച്ചു. പക്ഷേ അവൻ ദൈവത്തെ അനുസരിച്ചില്ല. അവന് നിഗളം അവന്റെ ഉള്ളിൽ ഉണ്ടായി. ഹല്ലേലൂയ. 3 കാരണങ്ങൾ ശൗലിന്റെ വീഴ്ചയ്ക്ക് കാരണമായിട്ട് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവം ആക്കി വെച്ച സ്ഥാനത്ത് വിശ്വസ്തനായിരിക്കാത്തത് കൊണ്ട് ദൈവം അവനോട് തുടർന്ന് മിണ്ടുന്നില്ല. അവനെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു അവന്റെ പാപനിമിത്തം. അതുകൊണ്ട് ദൈവം മൗനമായിരുന്നു. അപ്പോൾ ശൗലിനെ പോലെ നിരന്തരം പിന്മാറ്റത്തിൽ പോവുകയും മടങ്ങി വരാതെ മാനസാന്തരപ്പെടാതിരിക്കുകയും ചെയ്താൽ ദൈവം മൗനമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്ത് നമ്മൾ കാണുന്നത് ഇയ്യോബിന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ നിരന്തരം വെല്ലുവിളികൾ വന്നു, പ്രശ്നങ്ങൾ വന്നു. പക്ഷെ ദൈവം ആദ്യം ഒന്നും മിണ്ടിയില്ല, അല്ലെ? ദൈവം മൗനമായിരുന്നു. ദീർഘവർഷങ്ങൾ ദൈവം മൗനമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അപ്പോ ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളുടെ നടുവിൽ ദൈവം മൗനമായിരുന്നതിന്റെ കാരണം എന്താണ്? നമുക്കറിയാം, സാത്താൻ അവനെ പരീക്ഷിക്കാനായിട്ട് അനുവാദം ചോദിച്ചു. സാത്താന്റെ പരീക്ഷ തികയുവോളം ദൈവം മൗനമായിരുന്നു. അപ്പൊ പരീക്ഷാകാലം തികയുന്നത് വരെ ദൈവം മൗനമായിരുന്നു. ചില വേളകളിൽ ദൈവം സൈലന്റ് ആയിരിക്കുമ്പോൾ നമ്മെ സ്നേഹിക്കാത്തത് കൊണ്ടെന്ന് ചിന്തിക്കരുത്. ഈ പരീക്ഷകളിൽ നാം പൊള്ളാകുന്നവരെന്ന് തെളിയിക്കപ്പെടാൻ ദൈവം മൗനമായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ദൈവം നിശബ്ദനായിരുന്ന മറ്റൊരു സന്ദർഭം സെഫന്യാവ് 3:17 നമുക്ക് കാണാം. സെഫനായ ചാപ്റ്റർ 3 വേഴ്സ് 17. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ആമേൻ, തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഗോഡ് ഇൻ ഹിസ് ലവ് ഈസ് സൈലന്റ്. സ്നേഹത്തിൽ ദൈവം മിണ്ടാതിരിക്കുന്നു. അപ്പൊ ദൈവത്തിന് നമ്മോട് ഭയങ്കര സ്നേഹമുള്ളപ്പോഴും ദൈവം എന്ത് ചെയ്യും? ചിലപ്പോ മിണ്ടാതിരിക്കും, സൈലന്റ് ആയിരിക്കും. ഹല്ലേലൂയ. ദൈവം നിശബ്ദനായിരിക്കുന്നത് ഒരുപക്ഷെ നമ്മോടുള്ള സ്നേഹാധിക്യം നിമിത്തമാകാം.
ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവം നിശബ്ദനായിരിക്കുന്നെങ്കിൽ എന്നുള്ളത് കണ്ടെത്താൻ ഈ തിരുവെഴുത്തുകൾ നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നാൽ ഇവിടെ യേശു അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ഇവിടെ യേശു നിശബ്ദനായിരിക്കാൻ കാരണം എന്താ? മിണ്ടാതിരിക്കാൻ കാരണം എന്താ? തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിച്ചാൽ അവളുടെ വിശ്വാസത്തിന്റെ ആഴം, ശക്തി, നിറവ് എത്രയെന്ന് ലോകത്തിന്റെ മുന്നിൽ ഒന്ന് കാണിച്ചു കൊടുക്കാൻ യേശു പരീക്ഷിക്കുകയായിരുന്നു. To manifest, reveal out the depth and strength of her faith, Jesus was silent. Hallelujah. അവളുടെ വിശ്വാസത്തിന്റെ ആഴവും ശക്തിയും ലോകത്തിന്റെ മുന്നിൽ ഒന്ന് കാണിച്ചു കൊടുക്കാൻ യേശു നിശബ്ദനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ ഭാഗത്തേക്ക് വീണ്ടും മടങ്ങി വരാം. മത്തായി 15 ആമേൻ. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. ഈ ശിഷ്യന്മാരെന്ന് പറയുന്നവരെ നമുക്ക് ഇന്നത്തെ നിലയിൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങളെന്നോ പ്രാർത്ഥിക്കുന്നവരെന്നോ പാസ്റ്റർമാരെന്നോ വിശ്വാസ വീരന്മാരെന്നോ ഒക്കെ തൽക്കാലം വേണമെങ്കിൽ ചിന്തിക്കാം വിഷയാനുബന്ധമായിട്ട്. അപ്പോ അവര് വന്ന് റെക്കമെൻഡ് ചെയ്യുകയാണ്, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ വന്നിട്ട് ഇന്റർസെസറി പ്രയർ നടത്തുകയാണ്. കർത്താവെ, അവൾ നിലവിളിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് പറയുകയാണ്. റെക്കമെൻഡേഷൻ, മധ്യസ്ഥത ചെയ്തു. പക്ഷേ യേശു ആ സമയത്ത് അവരോട് നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നുത്തരം പറഞ്ഞു. ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഹല്ലേലൂയ. വാസ്തവത്തിൽ ഇത് കേട്ട് കഴിയുമ്പോൾ അവളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങിപ്പോകേണ്ടതാണ്. അപ്പൊ ഞാൻ ഈ നിലവിളിച്ച് വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. യേശു ഇപ്പൊ വന്ന ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ്. ഹല്ലേലൂയ. പക്ഷേ അവൾ അങ്ങനെ ചിന്തിച്ചില്ല. അവൾ വീണ്ടും സ്റ്റേ ബാക്ക് ചെയ്തു. അവൾ വീണ്ടും മുട്ടിക്കൊണ്ടേയിരുന്നു, അന്വേഷിച്ചുകൊണ്ടേയിരുന്നു, യാചിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൾ നമ്മൾ കാണുന്നത്, അവൾ വന്ന് മുട്ടുകുത്തി. എന്നാൽ അവൾ വന്നു, കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. She worshipped him. She knelt down in front of him. Hallelujah. ഇതിലേത് വാക്ക് നമസ്കരിച്ചു എന്നോ ആരാധിച്ചു എന്നോ മുട്ടുകുത്തി എന്നോ ഒക്കെയുള്ള പദങ്ങൾ ട്രാൻസ്ലേഷൻസിൽ നമുക്ക് മാറി മാറി കാണാം. അവൾ യേശുവിനെ ആരാധിച്ചു. പ്രാർത്ഥന നിരസിക്കപ്പെടുമ്പോഴും ആരാധിക്കാൻ നമ്മൾ തയ്യാറാണോ? അതോ നിരാശപ്പെട്ടിരിക്കുകയാണോ? ഞാൻ പ്രാർത്ഥിച്ചു, മറുപടി കണ്ടില്ല, ഉത്തരം കിട്ടിയില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പാട്ടുപാടാനും ദശാംശം കൊടുക്കാനും ഒന്നും എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് പിന്മാറിപ്പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവൾ അവൾ യേശുവിന്റെ മറുപടിക്ക് മുന്നിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന വാക്ക് ശിഷ്യന്മാരുടെ കാതുകളിൽ മാത്രമല്ല, അവളും അത് കേട്ടുകൊണ്ടിരിക്കുക. അത് കേട്ടിട്ടും അവൾ നിരാശപ്പെട്ടില്ല. അവൾ ഒന്നുകൂടെ ശക്തമായി പ്രാർത്ഥിച്ചു. അതുവരെ പുറകെ നടന്നാണ് നിലവിളിച്ചതെങ്കിൽ ഇപ്പോൾ മുട്ടുകുത്തി നമസ്കരിച്ചു. ഹല്ലേലൂയ. ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രചോദനമല്ലേ? പ്രൈസ് ദി ലോർഡ്. കുറയരുത് പ്രാർത്ഥന, കുറയരുത് ആരാധന, കുറയരുത് വിശ്വാസം, പുറകോട്ട് പോകരുത്. വിഷയങ്ങൾക്ക് പരിഹാരം കർത്താവിന്റെ പക്കലുണ്ട്. എന്നാൽ ഈ ആരാധിക്കുന്ന, നമസ്കരിക്കുന്നത് കണ്ടിട്ട് അടുത്ത യേശുവിന്റെ അവളോടുള്ള റെസ്പോൺസ് ക്രൂവലായിരുന്നു, ഇൻസൾട്ടിങ് ആയിരുന്നു, ക്രൂരവും അപമാനിക്കുന്നതുമായിരുന്നു. യേശു പറയുകയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. ഹല്ലേലൂയ. ഈ വാക്ക് കേട്ടിട്ടും അവൾ പിന്മാറിപ്പോയില്ല എങ്കിൽ അതിന്റെ അർത്ഥം അവൾ തീരുമാനിച്ചിറങ്ങിയതാണ്, പൂർണ്ണ സമർപ്പണത്തോടെ ഇറങ്ങിയതാണ്. എന്തു വന്നാലും എൻ്റെ വിഷയത്തിന് യേശുവിൽ പരിഹാരമുണ്ട്, അത് പ്രാപിച്ചേ ഞാൻ പോകൂ എന്ന തീരുമാനത്തോടെ വന്നതാ. ഹല്ലേലൂയ. ആ 27-ാമത്തെ വാക്യത്തിലെ അവളുടെ മറുപടി ലോകത്തെ മുഴുവനും വിസ്മയിപ്പിക്കുന്ന മറുപടിയാണ്. അതിനവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ക്രംസ്, ബ്രെഡ് ക്രംസ്, നുറുക്കുകൾ. ഹല്ലേലൂയ.
മേശയ്ക്ക് കീഴിൽ വന്നിരുന്ന് ഇങ്ങനെ കാലിൽ നക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അടുത്ത് വന്നിരിക്കുന്ന നായ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യജമാനൻ ഇടയ്ക്ക് ഒരു ചെറിയ നുറുക്കെടുത്ത് ഇട്ട് കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ വേസ്റ്റ് എടുത്ത് ഇട്ട് കൊടുക്കുന്നത് പോലെ ആ നുറുക്ക് തിന്നുന്നുണ്ടല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവളുടെ വാക്ക് എന്തുകൊണ്ടാണ് അമേസിംഗ് ആണ് എന്ന് പറയാനായിട്ട് കാരണം, ഹല്ലേലൂയ, അടുത്ത യേശുവിന്റെ റെസ്പോൺസ് നോക്കി 28ാമത്തെ വാക്യത്തിൽ, ദി അറ്റ്മോസ്ഫിയർ ഈസ് ട്രാൻസ്ഫോംഡ് ബൈ ദ റിപ്ലൈ ഓഫ് ഹർ വേർഡ്. ഹല്ലേലൂയ, അവളുടെ മറുപടിയിൽ അന്തരീക്ഷം മുഴുവനും മാറി. അതുവരെ നെഗറ്റീവ് വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന യേശുവിന്റെ അധരത്തിൽ നിന്ന് ശക്തമായൊരു ദൂത്, ശക്തമായൊരു സന്ദേശം പുറത്തേക്ക് വരികയാണ്. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്, നിന്റെ വിശ്വാസം വലിയത്. ഹല്ലേലൂയ. ഇതുവരെ യേശു പറഞ്ഞ വാക്കുകളെല്ലാം നെഗറ്റീവ് ആയിരുന്നു. സൈലൻസ്, നെഗറ്റീവ്. ശിഷ്യന്മാരോട് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ അയച്ചിട്ടില്ല, നെഗറ്റീവ്. ഹല്ലേലൂയ. അവളോട് നായ്ക്കുട്ടികൾക്ക് മക്കളുടെ അപ്പം നുറുക്കെടുത്തിട്ട് കൊടുക്കുന്നത് നന്നല്ല, നെഗറ്റീവ്. അവളുടെ ഒറ്റ റെസ്പോൺസ്, നായ്ക്കുട്ടികളും മേശമേൽ നിന്ന് വീഴുന്ന നുറുക്ക് തിന്നുന്നുണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിന്റെ ശക്തമായ അവളുടെ ഒരു വാക്ക്, ഇറ്റ് ട്രാൻസ്ഫോംഡ് ദി അറ്റ്മോസ്ഫിയർ, പ്രയർ അറ്റ്മോസ്ഫിയർ, സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ. ഹല്ലേലൂയ. ചില സമയത്ത് പ്രാർത്ഥനാ വേളകളിൽ എല്ലാം എതിരായിരിക്കുമ്പോഴും നാം പറയുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ അന്തരീക്ഷത്തെ മാറ്റിമറിക്കും, സാഹചര്യത്തെ രൂപാന്തരപ്പെടുത്തും, സ്ഥിതികൾക്ക് മാറ്റം വരുത്തും. അതുവരെ നിശബ്ദനായിരുന്ന കർത്താവിന്റെ അധരങ്ങൾ ശക്തമായ ഒരു സന്ദേശവുമായി അവൾക്ക് വേണ്ടി പ്രവൃത്തിയെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കർത്താവ് പറയുക, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. എന്തുകൊണ്ടാ അവളുടെ വിശ്വാസം വലിയത് എന്ന് പറയാനായിട്ട് കാരണം? ഹല്ലേലൂയ. അവളുടെ പ്രശ്നം എന്താണ്? തന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. അതാണ് അവളുടെ പ്രശ്നം. മറ്റു രീതിയിൽ പറഞ്ഞാൽ വൻമല പോലുള്ള പ്രശ്നം. അവൾ മറ്റു പലരുടെ അടുക്കൽ മുൻപ് പോയിട്ടുണ്ടാകാം, വൈദ്യന്മാർ, മന്ത്രവാദികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പലരുടെയും അടുക്കൽ അവൾ ശ്രമിച്ചിട്ടുണ്ടാകാം. എന്നാൽ അവിടെ ഒന്നും പരിഹാരം കിട്ടാത്ത വൻമല പോലുള്ള പ്രശ്നം. യേശുവിന്റെ അടുക്കലേക്ക് വരുമ്പോ അവൾ പറയുക, ഒരു നുറുക്ക് മതി, നിന്റെ ശക്തിയുടെ ഒരു നുറുക്ക് മതി, നിന്നിലുള്ള ദൈവശക്തിയുടെ, നിന്നിലുള്ള അത്ഭുത ശക്തിയുടെ, നിന്നിലുള്ള ആ മിശിഹായുടെ ദൈവപുത്രന്റെ ശക്തിയുടെ ഒരു നുറുക്ക് മതി എന്റെ വൻമല പോലുള്ള പ്രശ്നം, എന്റെ മകൾക്ക് കഠിനമായിരിക്കുന്ന പ്രശ്നം, അതിന് പരിഹാരമുണ്ടാകാൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിന്റെ വിശ്വാസം വലിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേവലം ദൈവശക്തിയുടെ ഒരു അംശം പോരെ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയ ദൈവം, ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉള്ളതിനെ പോലെ പേർ ചൊല്ലി വിളിച്ചു വരുത്തിയ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ നക്ഷത്രങ്ങൾ ഉണ്ടായി, പ്രപഞ്ചഗോളങ്ങൾ ഉണ്ടായി, സൗരയൂഥമുണ്ടായി, ഹല്ലേലൂയ, ഗാലക്സീസ് ഉണ്ടായി. എപ്പോഴാ? ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ, മുളയ്ക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ, വൃക്ഷങ്ങൾ മുളച്ചു വന്നു. കര കാണായി വരട്ടെ, വെള്ളം ഒരു ഭാഗത്ത് കൂടട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ആ ദൈവശക്തിയുടെ പ്രദർശനം ഈ സൃഷ്ടിയിലുടനീളം നമ്മൾ കാണുന്നെങ്കിൽ ഇത്രയും വലിയ ശക്തിയൊന്നും നമ്മുടെ പ്രശ്നത്തിന്, പരിഹാരത്തിന് വേണ്ടല്ലോ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അതുല്യമായ, അതിരുകളില്ലാത്ത, ട്രമൻഡസ് ആയിട്ടുള്ള, അതിരറ്റ ദൈവശക്തി നമ്മുടെ എത്ര വലിയ പ്രശ്നമായാലും അത്രയും വലിയ ശക്തിയൊന്നും വേണ്ടല്ലോ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം തരാനായിട്ട്. ദൈവശക്തിയുടെ ഒരംശം പോരെ, ഒരംശം പോരെ, ഒരു നുറുക്ക് പോരെ. ഇതാ അവൾ തിരിച്ചറിഞ്ഞത്. ദാവീദ് പുത്ര, കർത്താവേ, നീ ദൈവമെന്ന് എനിക്കറിയാം, നീ മിശിഹയെന്ന് എനിക്കറിയാം, നിന്നിലുള്ള ദൈവശക്തി ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിയ ശക്തിയാണെന്ന് എനിക്കറിയാം. ആ ശക്തിയുടെ ഒരു നുറുക്ക് മതി എന്റെ കഠിനമായ വിഷയത്തിന് പരിഹാരം വരുത്താനായിട്ട്. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിന്റെ വിശ്വാസം വലിയത്. അവളോട് മാത്രമേ, ഈ 4 സുവിശേഷങ്ങൾ നമ്മൾ പഠിച്ചാൽ അവളോട് മാത്രമേ അടുത്ത് പറഞ്ഞ പദം കർത്താവ് പറഞ്ഞിട്ടുള്ളൂ, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ആമേൻ. കർത്താവിന് അവളിൽ ഒരു ആശ്രയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ജീസസ് ട്രസ്റ്റഡ് ഹെർ ക്യാരക്ടർ, ജീസസ് ട്രസ്റ്റഡ് ഹെർ ഫെയ്ത്ത്. ദൈവം ഇതുപോലെ നമ്മെ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ക്യാരക്ടറിനെ ദൈവം വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന് അറിയാം, കർത്താവിന് അറിയാം
നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞാലും ഇവൾ ആവശ്യമില്ലാത്ത ഇഷ്ടങ്ങളൊന്നും ഇവളുടെ അകത്തില്ല. തെറ്റായ ഇഷ്ടങ്ങളൊന്നും ഇവളുടെ അകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മിൽ നോക്കുമ്പോൾ ദൈവത്തിന് ഹിതകരമായ ഇഷ്ടം കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കട്ടെ. ദൈവത്തിന്റെ പ്രസാദകരമായ ഇഷ്ടം കൊണ്ട് നമ്മുടെ ചിന്തകൾ നിറഞ്ഞിരിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവളോട് യേശു പറയുക, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഇന്ന് പകലിൽ ഈ തിരുവെഴുത്തുകളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിന് മറഞ്ഞിരിക്കാൻ കഴിയാത്ത വീട്ടിൽ നിന്ന് യേശുവിനെ പുറത്തു കൊണ്ടുവന്നത് ഈ സഹോദരിയുടെ വിശ്വാസവും ആവശ്യബോധവും പ്രാർത്ഥനയുമാണ്. അത് അവളുടെ പ്രശ്നത്തിന് ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യമാകുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു എങ്കിൽ പ്രാർത്ഥിക്കുന്ന നമ്മുടെ അകത്തും ഇതുപോലെ വിശ്വാസം വർദ്ധിക്കട്ടെ, നിറയട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.